പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കൃപയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ നിയോഗം ഓർക്കണേ. ഇന്നത്തെ ആവശ്യമാണ് കേട്ടോ നിയോഗം എന്ന് പറയണത്. എത്ര ആവശ്യങ്ങളുണ്ടോ അതെല്ലാം, പണപരമാകാം, ആരോഗ്യപരമാകാം, ജോലിപരമാകാം, യാത്രാപരമാകാം, എല്ലാം ഓർക്കുക. എല്ലാവരും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ശിരസ്സ് നമിച്ച് കൈകൾ കുപ്പി നമുക്ക് പ്രാർത്ഥന, അഭിഷേക പ്രാർത്ഥന സ്വീകരിക്കാം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. ഈശോ 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഈശോ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ കർത്താവ്, രോഗികളുടെ പീഡിതരുണ്ടായിട്ടുള്ള കർത്താവെ, അവരെല്ലാം നീ ആശ്വസിപ്പിക്കണം. ഈശോ സാമ്പത്തികമായി ഞെരുക്കമുള്ളവരുണ്ട്. ഈശോയെ സാമ്പത്തിക ബാധ്യതകളുണ്ട്. ഈശോയെ ജപ്തി നടപടി വന്നു പോയവരുണ്ട്. ഈശോ ജപ്തി നടപടി അകപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഈശോയെ സ്ഥലം വിറ്റു മാറാൻ പറ്റാത്തവരുണ്ട്. ഈശോയെ വീട് വിൽക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട്. ഈശോയെ വീട് വിൽക്കാതെ തന്നെ കടങ്ങൾ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഈശോയെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പക്ഷേ ക്രിസ്മസ് എന്തോ ഉദ്ദേശിച്ചുകൊണ്ട് കർത്താവ് എന്തോ വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന മനുഷ്യനെ കാണുന്നുണ്ട്. ഈശോയെ 6 ദിവസങ്ങൾ നടക്കേണ്ട വലിയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഉത്കണ്ഠപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവത്തിൻ്റെ കരുണകളൊക്കെ ആവശ്യിക്കട്ടെ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കൃപാസ്ഥാനത്താരെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനശക്തിയാൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഉദര രോഗികളെ നീ ആശ്വസിപ്പിക്കണ കർത്താവ്, ശ്വാസകോശ രോഗികളെ നീ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ്, തൊണ്ട രോഗികളെ നീ ആശ്വസിപ്പിക്കണ കർത്താവ്,
ഉച്ചി മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളും പേശികളുടെ ഹൃദയത്തിലും കർത്താവ് രോഗാതുരമായ ഹൃദയങ്ങളുണ്ട് കർത്താവ്, അവിടെ എല്ലാം സ്പർശിക്കണം കർത്താവ്. അവിടെ എല്ലാം കർത്താവ് ഹൃദയത്തിൻ്റെ അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവ് അവരുടെ ജീവിതത്തിലെല്ലാം നിൻ്റെ വലിയ ദൈവികമായ ശക്തി അവർക്ക് ആവശ്യപ്പെട്ട് കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, പാങ്ക്രിയാസ് രോഗികൾ, ഗർഭാശയ രോഗികൾ, കർത്താവ് സ്രാവരോഗമുണ്ട് ഈശോയെ. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, കർത്താവ് എപ്പോഴും ഉദരത്തിൽ നിന്ന് പഴുപ്പ് പോണവരുണ്ട് ഈശോയെ. അപ്പോൾ തന്നെ അറിയാതെ മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ട്. കിടന്ന കിടപ്പിൽ തന്നെ ഇതൊക്കെ സംഭവിക്കുന്നത് അത്രയും ആഗ്രഹം പിടിച്ച് സങ്കടപ്പെടുന്ന ഒത്തിരി മനുഷ്യരെ സങ്കടത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവിടെ മേലെ അങ്ങനെ വലിയ കൃപ നൽകണ കർത്താവ്. സഹായിക്കാൻ ആരുമില്ല എന്ന ഇരുട്ട് ജോലിയുള്ള വീടുകളിൽ മാതാപിതാക്കന്മാർ ജീവിക്കുന്നവർ അവരുടെ ജോലിയുടെ കാഠിന്യം കാരണം അവർ ക്ഷീണിച്ച് വയ്ക്കും, ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതിരിക്കുകയും അവിടെ മനസ്സിൻ്റെ ടെൻഷൻ അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ ഉള്ളവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാരുടെ യുഗതയാണ്. മക്കളില്ലാത്തവരെ കർത്താവ് മക്കൾ നൽകി അനുഗ്രഹിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവർക്ക് വിവാഹം നൽകട്ടെ. വസ്തുപുരയുടെ വിട്ടുമാറാത്തവരും വസ്തുവില്ലാത്തവരും വീടിരിപ്പ് സ്ഥലമില്ലാത്തവരും എല്ലാം കർത്താവിൻ്റെ നാമം സന്ധിക്കപ്പെടുകയും ആധ്യാത്മികമായ ദാരിദ്ര്യവും പ്രാർത്ഥനക്കുറവും അനുഭവിക്കുന്നവരുടെ മേൽ വിശ്വാസം കുറഞ്ഞുള്ള മേലെല്ലാം കർത്താവിൻ്റെ ചൈതന്യം ഒഴുകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവശക്തിയെ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് കാണുന്നത് ഒരു വലിയ ഒരു ഇടപെടലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ എങ്ങനെ സമീപിക്കാൻ കഴിയും. അതിൻ്റെ ഒന്നാമത്തെ വായനയ്ക്ക് വരുന്നത് ഇന്ന് വ്യാഴാഴ്ച യോഹന്നാന്റെ സുവിശേഷം 21-7 വാക്യമാണ് ധ്യാനത്തെ വെച്ചിരിക്കുന്നത്. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. ഇത് ഒരു വല്ലാത്ത ആധ്യാത്മികതയാണ്. യോഹന്നാൻ ഭയങ്കര ബുദ്ധിജീവിയാണല്ലോ, പുള്ളി നല്ല തിയോളജിയനാണ്. പക്ഷെ പുള്ളിക്കാരൻ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങത്തില്ല. തെങ്ങിൻ ചാരുന്ന പെണ്ണും കൊണ്ടുപോയതൊക്കെ പറയുന്നത് മണ്ണും ചാരി അങ്ങനെയൊക്കെ പറഞ്ഞവരാണ് പത്രോസിൻ്റെ അവസ്ഥ. പത്രോസിന് വലിയ ദൈവശാസ്ത്രമൊന്നും ഇല്ല. ചുമ്മാ പുള്ളിക്കാരൻ തുണിയില്ലാതെ അവിടെ വള്ളത്തിലിരിക്കുമ്പോഴാണ് വെള്ളത്തെ മോരിക്കിരിക്കുന്നത്, അണിയത്തിരിക്കുന്നു. അപ്പോഴുണ്ട് ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുള്ളതാണ്. ഏതാണ്ട് 200 മുഴയുള്ളതെന്നൊക്കെ പറഞ്ഞാൽ ശരിയാണത്. അതായത് തിബിരിസറ തീരത്തെ, അതായത് അവിടെ ഈ വളരെ വെള്ളം ഇങ്ങനെ ഇരുട്ടിങ്ങനെ മാഞ്ഞുവിൻ്റെ സമയത്താണ് കർത്താവ് വെളുപ്പിന് വരണത്. ഇപ്പം കർത്താവിനുള്ള സ്നേഹങ്ങളൊക്കെ കാരണം, അടുപ്പമൊക്കെ കാരണം കർത്താവിൻ്റെ ഒരു ആകാരം കണ്ടപ്പോൾ തന്നെ യോഹന്നാൻ ആളെ മനസ്സിലായി. ഉടനെ യോഹന്നാൻ പറയും, ദാറ്റ് ഇസ് ലോർഡ്. അപ്പോൾ കർത്താവ് ഉയർത്തുന്നതിന് ശേഷമുള്ള കാഴ്ചയാണ്, അത് വല്ലാത്തൊരു കാഴ്ചയാണ്. ദാറ്റ് ഇസ് ലോർഡ്, അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ എന്ത് പറ്റി? അത് കർത്താവാണെന്ന് കേട്ടതേ ഉള്ളൂ. അത് 10 ദിവസം അപ്പോഴും കണ്ടില്ല, ഒരുത്തം പറഞ്ഞ് കേട്ടതാണ്. ഈ ദൈവവചനം കണ്ട് വായിക്കുന്നവരും കണ്ട് മനസ്സിലാക്കുന്നവരും അതിന് അന്തരാർത്ഥം അറിയുന്നവരും കാണുന്നവരാണ്. പ്രസംഗം കേട്ടാണ് ചില ആൾക്കാർ കർത്താവിലേക്ക് വരുന്നത്. കേട്ടവരുടെ വെപ്രാളം കണ്ടു നോക്കി, കാണുന്നവരും കേൾക്കുന്നവരും ഭയങ്കര വ്യത്യാസമുണ്ട്. പത്രോസ് അത് കർത്താവാണ് കേട്ടതോടുകൂടി താൻ നഗ്നനാണ് മനസ്സിലായി. ഒരു പുറങ്കുപ്പായ എടുത്തിട്ട് ഒറ്റ ചാട്ടവെള്ളത്തിലുണ്ട്. ഞാനങ്ങനെ ഓർക്കണേന്ന് അറിയാമോ? എന്നിട്ട് എന്നാൽ പത്രോസ് ചാടിയല്ലേ വെള്ളത്തിലിട്ട്. യോഹന്നാൻ എഴുതുമ്പോൾ പരിശുദ്ധാത്മാവാണല്ലോ എഴുതണത്, അതൊരു പണി കൊടുത്തോണ്ടാണ് എഴുതിയിരിക്കണത്. എന്നാൽ മറ്റു ശിഷ്യന്മാരാരും ചാടിയില്ല എന്നാ പറയണത്. എന്നാൽ മറ്റു ശിഷ്യന്മാരാരും ചാടിയില്ല, അവരെ കിട്ടിയ മീനുമായിട്ട് വള്ളത്തിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു അണ്ണന്മാരും ചാടില്ലെന്നാണ്, ഒരു പാവപ്പെട്ട ഒരു തരുമ്പത്തെ ചാടിയുള്ളൂ. അതാണ്, അത് നിസ്സാര കാര്യമില്ല. കർത്താവൻ ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടാൻ കഴിയണം. അതാണ്, അവനോടാണ് കർത്താവ് പറയണത്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുമെന്ന് പറയണത്. പിന്നീട് പറയണതാണ് ദൈവം ഈ
നമ്മൾ അറിയണമല്ല പ്രശ്നം, അറിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നുള്ള പ്രശ്നം. അറിയണമല്ല പ്രശ്നം. കർത്താവിനെ അറിയണത് മാത്രമല്ല പ്രശ്നം, അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു. ഉടമ്പടി അങ്ങനെ പറയണത്, അവൻ പറയണ പോലെ ചെയ്യാൻ. അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, അറിഞ്ഞിട്ട് എന്ത് ചെയ്തു. അവനാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ ശിഷ്യനായി മാറണത്. ഇപ്പം എല്ലാം മനസ്സിലായില്ലേ? താങ്ക് യു. അപ്പം അതുപോലെ ചെയ്താൽ മതി. അറിഞ്ഞാൽ മാത്രം പോരാ, അറിഞ്ഞതുപോലെ ചെയ്യണം. ഓക്കെ, താങ്ക് യു. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ പിടിതരാതെ നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. അത് ഉടമ്പടിയുടെ ഒരു ഫീച്ചർ തന്നെയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ തനത് ലക്ഷണം. ഉടമ്പടിക്ക് നമ്മൾ 4 ഫീച്ചർ ഓൾറെഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന്, അത് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യാം. സൈന്യത്താരെയല്ല, ശക്തിയാരെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. അതാണ് ഉടമ്പടിയുടെ മുഖമുദ്രയായിട്ടുള്ള എഫീസസ് 2:8, സക്രിയ 4:6. ഇതാണ് ഫണ്ടമെൻ്റലായിട്ടുള്ള ഇതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്യണ പലപ്പോഴും ഉടമ്പടിയുടെ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഞങ്ങളിവിടെ ആൾക്കാരെ ഫിൽട്ടർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഉടമ്പടി സാക്ഷ്യമാണോ കോമൺ സാക്ഷ്യമാണോ എന്ന് തമ്മിൽ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ 2 തരം സാക്ഷ്യങ്ങളുണ്ടാകും. ഒന്ന് തനത് സാക്ഷ്യം, ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളുണ്ടാകും. പിന്നെ കോമൺ സാക്ഷ്യങ്ങളുണ്ടാകും. എന്നുവെച്ചാൽ പൊതുവെ ഉടമ്പടി എടുത്തില്ലെങ്കിലും അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോഴേ അങ്ങനെ ഉടമ്പടി എടുത്തില്ലെങ്കിലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയാണ് ഉള്ളതാണെങ്കിൽ ചിലപ്പോഴത് അൾത്താരയിൽ പറയിപ്പിക്കാൻ ചിലപ്പോഴും അവസരം കിട്ടത്തില്ല. കാര്യം എന്താണ്? ഉടമ്പടിയുടെ തനത് ഫീച്ചറുള്ള സാക്ഷ്യങ്ങളുള്ളവരുടെ എണ്ണം കൂടുതലായി വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. എങ്കിലും ചില ആൾക്കാരുടെ കോമൺ സാക്ഷ്യങ്ങളാണെങ്കിലും ഒരെണ്ണമെങ്കിലും ചിലപ്പോൾ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളാവും. അവിടെ ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറഞ്ഞ ഭാരച്ചുരുക്കം, ഗംഭീരമായ പ്രാരാബ്ധത്തോടെയുള്ള ഭയങ്കരമായൊരു വിഷയം, വളരെ തുവലിൻ്റെ ഭാരത്തോടെ, ഒരു തുവൽ ഭാരത്തോടെ അത് നമുക്ക് അനുഭവപ്പെടുമ്പോൾ അത് നമ്മൾ ചെയ്തത് നമ്മളല്ല, പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് മനസ്സിലാകും. അതാണ് ലൈറ്റ് വെയ്റ്റിംഗ്. അത് ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ്. ഉടമ്പടി എടുക്കുന്നവർക്ക്, സത്യസന്ധമായ ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇതൊരു പ്രതിഭാസമായിട്ട് ഫീൽ ചെയ്യാം. മൂന്നാമത്തേത് ടൈം ഷോർട്ടണിങ് ആണ്. ടൈം ഷോർട്ടണിങ് അതായത് വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിലപ്പോൾ 1 ആഴ്ച കൊണ്ട് നടക്കുന്നു. ടൈം ഷോർട്ടണിങ് ചെയ്യും. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇന്നലെ ഒരു ചേട്ടത്തി ഒരു സാക്ഷ്യം പറഞ്ഞ് ടൈം ലാഗിങ് എന്നുവെച്ചാൽ ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് നടന്നാൽ പ്രയോജനമില്ലാത്ത കാരണം അത് പ്രയോജനപ്പെടുന്ന സമയത്തേക്ക് ഇങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകും. അതും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സത്യമാണ്. നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കത്തില്ല, പക്ഷെ നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നടന്ന് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല. മറിച്ച് നമുക്ക് പ്രയോജനമുള്ള സമയത്തേക്ക് ഇങ്ങനെ സമയദീർഘത, ടൈം ഷോർട്ടണിങ് പോലെ തന്നെയാണ്, സമയ ചുരുക്കം പോലെ തന്നെയാണ് സമയ ദൈർഘ്യം വരണത്. ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ്. ഇതിൻ്റെ ഒരു 4ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 5ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് പ്രസൻസാണ്. മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടിയെ വ്യതിരിക്തമാക്കുന്നത്, വ്യത്യസ്തമാക്കുന്നത് ദ പ്രസൻസ് ഓഫ് ഗോഡാണ്. അത് എല്ലാവരും തന്നെ സാക്ഷ്യം പറയുന്നതാണ്. മുല്ലപ്പൂവിൻ്റെ സുഗന്ധം, കഴിഞ്ഞ ദിവസങ്ങളിൽ 1 കോടി മുല്ലപ്പൂ ലോഡ് ചൊരിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തെന്ന്. അപ്പോൾ മാതാവിൻ്റെ സുഗന്ധമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കുന്നത്. ശരിക്കും മഴമില്ല് വീശി നിൽക്കുന്നതും പിന്നെ ഇപ്പോൾ സർവ്വവ്യാപിയായിട്ട് വരണത് സ്വപ്നങ്ങളാണ്. ഒരു ദിവസം ഒരു സ്വപ്നത്തെക്കുറിച്ചെങ്കിലും പറയാതെ ഒരു സാക്ഷ്യദിനങ്ങൾ സമാപിക്കത്തില്ല. ആരെങ്കിലും ആയിട്ടെങ്കിലും സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കും.
അത് വെറുതെ ഒരു കേവല സ്വപ്നങ്ങളല്ല, നിറവേറുന്ന സ്വപ്നങ്ങൾ. ഒരു വിഷയം നമുക്ക് പാടാണെന്ന് കണ്ടാൽ നമുക്കത് എടുക്കണ്ട എന്ന് വിചാരിച്ചാൽ, നമുക്ക് എടുക്കുന്നതാണ് പ്രയോജനമെങ്കിൽ ദൈവം അത് എടുക്കുന്നതായിട്ട് സ്വപ്നം കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും അതെടുക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു സിലബസിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓപ്ഷനായിരിക്കും, ചിലപ്പോൾ ഒരു സ്ഥലമായിരിക്കാം, വീടായിരിക്കാം. നമ്മൾ വേണ്ട കളപ്പോട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന സമയം എടുക്കാൻ വേണ്ടി ദൈവം പറയും. അത് സ്വപ്നത്തിലേക്ക് വരുന്നത്. അതിന് പ്രസൻസ് എന്ന് പറയും. ഉടമ്പടിയിൽ എല്ലാ ദിവസവും തന്നെ സ്വപ്നങ്ങളെക്കുറിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സ്വപ്നങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയും. കാര്യം ബൈബിളിലെ ഈ പുതിയ കാര്യമല്ല, പണ്ട് മുതലേ ഈ സ്വപ്നങ്ങൾ ഇവിടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു മനസ്സ് നമ്മൾക്ക് പർട്ടിക്കുലറായിട്ട് ആ വ്യക്തിയെ ആണ് ഉദ്ദേശിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കും, ദർശനങ്ങൾ. അപ്പോൾ 5 ഫീച്ചേഴ്സ് വന്നിപ്പോൾ: സമയ ചുരുക്കം, സമയദൈർഘ്യം, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ. ഈ 6ാമത്തെ ഒരു ഫീച്ചറുണ്ട്, ശുഭമാക്കുക എന്ന് പറയും. ശുഭമാക്കുക. എല്ലാ സാക്ഷ്യങ്ങളെയും പരിശോധിക്കുമ്പോൾ ശുഭമാക്കുന്നത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും സംഭവിക്കുന്നത്. അതിനാണ് ശുഭമാക്കുക. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ശുഭമാക്കുക കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു വിഷയം വിചാരിക്കുന്നു, എന്നിട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്ക് ദൈവം വേറെ യൂണിവേഴ്സിറ്റി കൊണ്ട് നമുക്ക് അഡ്മിഷൻ തരുന്നു. ആ യൂണിവേഴ്സിറ്റിയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റി നമുക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ പാടാണ്. പക്ഷേ ദൈവത്തിനറിയാം മറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ നിന്നവിടെ കൂടെ പ്ലേസ് ചെയ്യും. അതിനാണ് ശുഭമാക്കുക എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളൊരു ഓപ്ഷൻ വെക്കേണ്ടത് ശുഭമാക്കണമേ എന്നുള്ളത് പ്രാർത്ഥനയുടെ ഭാഗമാക്കണം. നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന നോക്കിയാൽ മനസ്സിലാകും. എല്ലാവരും പ്രാർത്ഥിക്കണം, ശുഭമാക്കാനാണ് പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബുദ്ധിയിലെ ചിന്തയിലെ അറിവിൽ ഇത്രയുമേ ഉള്ളൂ. പക്ഷേ നിൻ്റെ കഴിവിലും ചിന്തയിലും ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ കഴിവനുസരിച്ച് ഈ വിഷയത്തിൻ്റെ മേൽ ഇടപെടണമേ എന്നാണ് ശുഭമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു സംഭവമാണ്. എബ്രഹാം പുത്രനെ വിടുമ്പോൾ, എബ്രഹാം പുത്രന് വേണ്ടി, ഇസഹാക്കിന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ ഭൃത്യനെ അയക്കുമ്പോഴും ഈ ശുഭമാക്കാൻ പ്രാർത്ഥിക്കും. അങ്ങനെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടത്. അതുപോലെ തന്നെ തോബിത്ത് കൊച്ചു തോബിയാസിന് കടം മേടിച്ച കാശ് രഘുവേലിലേക്ക് ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി, രഘുവേൽ ഒരു ഇദ്ദേഹത്തിൻ്റെ റിലേറ്റീവാണ്, തോബിത്തിൻ്റെ വളരെ അകലെ താമസിക്കുന്നയാളാണ്. മകൻ തോബിയാസിനെ പറഞ്ഞു വിടും. ആ കാശ് വാങ്ങിക്കാൻ വേണ്ടി, കൊടുത്ത കാശ് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോഴും വൈഫ് എതിരായിരുന്നു, അന്ന പറയും, മനുഷ്യ നിങ്ങൾ എന്നാ ഒരു പണിയാണ് കാണിക്കണത്, നമുക്ക് ആകപ്പെട്ടൊരു മകനേ ഉള്ളു, ഇത്രയും ദൂരത്ത് എങ്ങനെ അവനെ പറഞ്ഞു വിട്ടിട്ട്, നിനക്ക് കാശിന് എത്ര രണ്ടാളമാണ്, മകനല്ലേ കാശിനേക്കാൾ വലുത്. അപ്പോൾ തോബിയാത്ത് പറയും, ഇല്ല കുഴപ്പമില്ല, അവൻ പോട്ടെ. തോബിത്ത് പറയാൻ പോട്ടെ, അവൻ പോയിട്ട് നീ തിരിച്ച് അവൻ സുരക്ഷിതനായിട്ട് വരുന്നത് നീ കാണും. പക്ഷേ തോബിയാസ് കൈയുയർത്തി പ്രാർത്ഥിക്കണത് എൻ്റെ മകൻ്റെ യാത്ര ശുഭമാക്കണമെന്നാണ്. ശുഭമാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധി യാത്ര, ഇതിൻ്റെ വഴികൾ, ഈ യാത്രയുടെ ലക്ഷ്യങ്ങൾ, അത് എൻ്റെ അറിവനുസരിച്ച് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ യാത്രയ്ക്ക് നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നീ ഈ വിഷയത്തിൽ നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് ഈ യാത്രയിൽ ഇടപെടണമേ. എനിക്ക് വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. ഉൽപ്പത്തി 24:40. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവ് തന്റെ ദൂതനെ നിന്റെ മുൻപേ അയച്ച് നിന്റെ വഴി ശുഭമാക്കും. പിന്നെ സന്ദർഭം എന്ന് പറയണത്, എബ്രഹാത്തിൻ്റെ പുത്രനെ ഇസഹാക്കിന് ഒരു പെണ്ണ് കാണാൻ വേണ്ടി ഭൃത്യനെ പറഞ്ഞയക്കുന്നതാണ് സ്വന്തം നാട്ടിലേക്ക്. അപ്പോൾ അവർ ഡിയാസ്പൊറയിൽ അകലെ താമസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ ഇത്രയും ഈ പെണ്ണ് കാണാൻ വേണ്ടി ഭൃത്യനെ വിടുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എബ്രഹാം വയസ്സാണ്, അതുകൊണ്ടാണ് കാര്യം.
രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും പെണ്ണിനെ കാണാൻ പറ്റത്തില്ല, ഇവരുടെ രക്തത്തിലുള്ള പെണ്ണിനെ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നം. അപ്പോൾ ഭൃത്യം ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ നമ്മുടെ ജന്മനാട്ടിൽ പോയിട്ട് ഇസഹാക്കിനൊരു പെണ്ണിനെ ചോദിക്കുന്നു, പക്ഷേ അവൾ എൻ്റെ കൂടെ വരണ്ടേ? അതാണ് ഇവിടെ എൻ്റെ വിഷയം. മാറ്റർ അത്ര ഈസി അല്ല. ഈ സ്ത്രീക്ക്, ആ വീട്ടുകാർക്ക് നമ്മളെ ബോധിക്കണം, എന്നിട്ട് ഈ ഭൃത്യൻ്റെ കൂടെ വരണം. അത് വന്നില്ലെങ്കിൽ ഉടമ്പടി ഇബ്രാഹിം പറയും, ഞാൻ നീയുമായിട്ട് ചെയ്ത് അത് ഉടമ്പടിയാണ്. ഉടമ്പടി ചെയ്താൽ ഇവിടെ വിടണത്. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉടമ്പടി പരിധി വരണതാണ്. പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല. ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും ബൈബിള് ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവ് പരിധി കൊണ്ടുവരും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് കവനൻ്റ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിവിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ നിയോഗങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളൊന്നും ഉടമ്പടി വെക്കേണ്ട കാര്യമില്ല ശരിക്കും. അത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ സ്വാഭാവികമായുള്ള കാര്യങ്ങൾ കൊണ്ടോ അത് നടന്നു പോകും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല, നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്താണ് വിഷയമെങ്കിൽ അത് ദൈവത്തെ നിയമപരമായിട്ട് തന്നെ ദൈവത്തെ അതിനെ ബൗണ്ട് ചെയ്യിക്കണം. ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിയമപരമായി ദൈവത്തെ ബൗണ്ട് ചെയ്യിക്കുകയാണ്. നിയമം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പഴയ നിയമം അല്ലെങ്കിൽ പ്രമാണങ്ങൾ നിയമപരമായിട്ട് നമ്മൾ ലീഗൽ വെലിഡിറ്റി എന്ന് പറയും, നിയമസാധുത. അപ്പോൾ നമ്മുടെ ഒരു വിഷയത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് നമ്മൾ കുറച്ച് നിയമപരമായ വാലിഡിറ്റി വേണം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാമെന്ന് നമ്മൾ ദൈവത്തോട് വാഗ്ദാനം ചെയ്യണം. അങ്ങനെ നിയമപരമായി ദൈവത്തെ കക്ഷി ചേർക്കണം. ആ വിഷയത്തിൽ നിയമങ്ങൾ നമ്മൾ പാലിച്ചുകൊള്ളാവുന്ന. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിലെ നിബന്ധനകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിയമങ്ങൾ. ഉടമ്പടി നിങ്ങളെ ക്രിസ്ത്യൻസ് എടുത്തോ നോൺ ക്രിസ്ത്യൻസ് എടുത്തോ ഐ ഡോണ്ട് മൈൻഡ്. പക്ഷേ ആരെടുത്താലും ആ ഉടമ്പടിയുടെ നിയമങ്ങൾ നിങ്ങളുടെ രീതി കൊണ്ടുപോയി ആക്കിയെടുക്കരുത്. ദൈവിക നിയമങ്ങളാണ്. അത് പാലിച്ചുകൊള്ളാവുന്നതാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അത് നിങ്ങൾ അതിൻ്റെ അത് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഡൈല്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പോൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, നിയമമാണത്. അത് ഞായറാഴ്ചയാണ്. അത് XY ഉടമ്പടി എടുത്താലും ഞായറാഴ്ച പാലിക്കാൻ ബാധ്യസ്ഥമാണ്. അത് സംശയമില്ലല്ലോ. നിങ്ങൾ മരമറിയാതെ കൊടിയിട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാനൊരു സാക്ഷി ദിവസങ്ങൾ കേട്ടത് രമ്യ രവീന്ദ്രൻ്റെ സാക്ഷിയാണ്. അത് ശുഭമാക്കണമായിട്ട് ബന്ധപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് ശുഭമാക്കലെടുക്കാൻ കാരണം. രമ്യ രവീന്ദ്രൻ ഇവിടുന്ന് UK ചെല്ലും. അപ്പോൾ രമ്യ രവീന്ദ്രൻ്റെ പ്രശ്നം ഹെവി ഡ്യൂട്ടിയാണ് പ്രോബ്ലം. അവർ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അവർ ഹോസ്പിറ്റൽ നേഴ്സാണ്. അവർ UK ചെല്ലുമ്പോൾ അവർക്ക് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരണം. അതാണ് അവരുടെ മെറിറ്റിൽ നിൽക്കാത്തതിൻ്റെ കാരണം. നോട്ട് ബൈ മെറിറ്റ്. ഉടമ്പടി എന്താ? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ രമ്യ രവീന്ദ്രന് ഈ ഭർത്താവിനെയും മക്കളെയും UK കൊണ്ടുവരാനുള്ള മെറിറ്റില്ല. എന്താ കാരണം? ഭർത്താവിനെയും മക്കളെയും അവിടെ കൊണ്ടുവരണമെങ്കിൽ വീട് വേണം. അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് വീടാണ്. പക്ഷേ വീട് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. വീട് അവസാനം ഇവർ ഭർത്താവിനെയും മക്കളെയും UK കൊണ്ടുവരും. കാര്യം ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തു പോയതാണ്. ഒരു വീട് സെറ്റ് ചെയ്തതാണ്. കിട്ടുമെന്നൊക്കെ ഉറപ്പായിട്ട് അഡ്വാൻസൊക്കെ കൊടുത്ത സംഭവമാണ്. പക്ഷേ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോൾ, ഭർത്താവും മക്കളും ഫ്ലൈറ്റൊക്കെ കയറിയപ്പോഴത്തുണ്ട് ആ കിട്ടിയ വീട് കട്ടായിപ്പോയി. അവിടുത്തെ കൗൺസിലർമാരുമായിട്ട് എന്തോ നിയമപരമായ പ്രശ്നം വന്നിട്ട് കൗൺസിലർ പറഞ്ഞ് ഈ വീട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവും മക്കളും ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ടായിപ്പോയി. പക്ഷേ കിട്ടിയ വീട് പോവുകയും ചെയ്തു. ഇപ്പോൾ രമ്യ ഉടമ്പടിയിൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും കൃപാസന മാതാവിനോട് ഉടനെ പറയും, അമ്മേ അവർ സ്റ്റാർട്ടായി പോയല്ലോ,
ഇതിപ്പോഴേ ഇവിടുന്ന് വീട് കിട്ടി, കയ്യിലുണ്ടായിരുന്ന വീട് കിട്ടാൻ പോയ വീട് കയ്യിൽ നിന്ന് മുട്ടയും പോവുകയും ചെയ്യും, ഞാനിവിടെ എവിടെ പൊറപ്പിക്കുമെന്ന് ചെയ്യും. അത് വലിയ തലവേദനയാവും. കാര്യം ഇവരുടെ ഹോസ്റ്റലിൽ ഫാമിലിക്ക് താമസിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഒരു നേഴ്സിന് താമസിക്കാം, ലേഡീസ് ഹോസ്റ്റലാണ്. അവിടെ എങ്ങനെ ഫാമിലി താമസിക്കണത്? നടക്കത്തില്ല. അപ്പോൾ രമ്യ മാതാവിനോട് പറഞ്ഞ് വളരെ പട്ടാങ്ങി പറഞ്ഞപ്പോൾ മാതാവ് ഒരു സെറ്റിൽമെൻറ്റ് കൊടുത്തു. 1 മാസത്തേക്ക് ആ ഹോസ്റ്റലുകാർ ഇവർ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും രമ്യയും ലേഡീസ് ഹോസ്റ്റലിൽ എന്തൊരു കഷ്ടമായിട്ട് സംഭവം. എന്നാലും അമ്മ നമുക്കറിയാമല്ലേ, ഈ നെഞ്ചിൽ തൂങ്ങണ കശ്രൂവില്ലേ, അത് വലിയൊരു ഉറപ്പാണ്. അതെന്താ ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഓടി കൃപാസനത്തിൽ വരാൻ പറ്റുമോ? ഇല്ലല്ല. അപ്പം നെഞ്ചിലെ കശ്രം പിടിച്ചിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. അതിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഉടമ്പടിയാണ്. അത് ഉടമ്പടി കശ്രു എന്നാണ് എൻ്റെ പേര്, വേറെ കശ്രൊന്നുമല്ല. അതുകൊണ്ടാണ് അതുപോലെ വേറെ ഒന്നും ഇല്ലാത്തത്. അത് വെച്ച് കഴിഞ്ഞാൽ അതിന്മേ തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടിയിൽ നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി നിലനിൽക്കുമെന്ന് പറയാൻ കാര്യം. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്യല്ല. രമ്യ ഉടമ്പടിയിൽ അങ്ങനെ നിലനിൽക്കുന്ന ആളാണ്. കാര്യം നിലനിൽക്കുന്ന ആളായതുകൊണ്ട് അവൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അവൾ ഈ കാശി തൊട്ട് വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്ത് ചെയ്ത്, പെട്ടെന്ന് തൽക്കാലത്തേക്ക് നിൽക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ തന്നെ ഇവർക്കൊരു പ്രൊവിഷൻ കൊടുത്ത്, ഭാര്യയും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും തൽക്കാലം ഈ ലേഡി ഹോസ്റ്റലിൽ താമസിക്കാം, 1 മാസം കഴിയുമ്പോൾ മാറണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തൽക്കാലം വന്നവർ മഞ്ഞ് കൊള്ളാതെ അതിൻ്റെ അത് കയറി താമസിക്കുന്നുണ്ട്. പക്ഷേ ഞാണമ്മക്കളി പോലെയുള്ള പരിപാടിയാണ്. ഈ ഞാണമ്മയിൽ നമ്മൾ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ നിരാശപ്പെട്ട് തൂങ്ങിക്കെട്ടിപ്പോയി തൂങ്ങിച്ചാകണമെന്നല്ല എൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കണമെന്നാണ് ഉദ്ദേശിക്കണം. ഉടമ്പടിയിലുള്ളവർക്ക് ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ ഉണ്ടായാലുള്ള ഗുണം പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്നുള്ള ഉറപ്പാണ്. അതാണ് ഉടമ്പടി നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ. അതായത് ഉടമ്പടി ഉള്ളവർക്ക് അവർക്കൊരു ക്ലെയിമുണ്ട്. കാര്യം ഉടമ്പടിയിലാണല്ലോ നമ്മളിരിക്കുന്നത് ദൈവമായിട്ട്. അപ്പോൾ ഉടമ്പടി നമുക്ക് തരുന്ന ഒരു ക്ലെയിമുണ്ട്. ഈ ക്ലെയിം വെച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഉടമ്പടി നിങ്ങൾ ദൈവത്തോട് ചെയ്ത നിബന്ധനകൾ ഉഴപ്പരുത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ ആ സമയത്ത് വിളിച്ചാലൊന്നും ഉടമ്പടി ബ്രേക്കാണെങ്കിൽ പ്രാർത്ഥന ഫ്ലപ്പായി പോകും. ചില ആൾക്കാർ ടേസ്റ്റ് നോക്കാനും ഉപ്പ് നോക്കാനും ഒക്കുവോ ഒക്കത്തില്ലേ എന്നൊക്കെ നോക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് എല്ലാം വെരിഫൈ ചെയ്യണം. 3 പേരെ നിർത്തിയല്ലേ വെരിഫൈ ചെയ്യണത്. അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ആൾക്കാർ അവർ സ്ട്രിക്റ്റ് ഉടമ്പടിയിലാണോ എന്നറിയാൻ വേണ്ടിയാണ് ഈ വെരിഫിക്കേഷൻ മുഴുവൻ നടത്തുന്നത്. സ്ട്രിക്റ്റ് ഉടമ്പടിയിലല്ലാത്ത ഒരാൾക്കാർ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? 500 പേര് ഉടമ്പടി എടുക്കുന്നുണ്ട്. അവരിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് 100 പേരെ 120 പേരെ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാന്യം വരെ ഉടമ്പടി ജീവിക്കുന്നവരെ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ രോഗികളൊക്കെ നോക്കും. അതെന്തിൻ്റെ കണ്ടീഷനാണ് നോക്കണത്? അവരുടെ മകളോ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ട് അവിടെ നിൽപ്പുണ്ടാവും ബൈസ്റ്റാൻഡറായിട്ട്. ആ ബൈസ്റ്റാൻഡറിൻ്റെ ഉടമ്പടി കറക്റ്റായിരിക്കും. ബൈസ്റ്റാൻഡറിൻ്റെ ഉടമ്പടി കിടക്കുക. അതുകൊണ്ടാണ് ചേടത്തിയുടെ ഉടമ്പടിയുമായിട്ട് അനിയത്തി വരരുതെന്ന് പറയണത്. ഞാൻ നോക്കുമ്പോൾ അവിടെ നോക്കിയാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ഇവിടെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചാൽ എടുക്കണത്. ഞാൻ ചോദിക്കും, ഈ വ്യക്തി നിങ്ങളുടെ ആരാണ്? ഇത് ചേച്ചിയാണ്. ചേച്ചിയുടെ കാര്യം നിങ്ങൾ ഉടമ്പടി എഴുതിയിട്ടുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. തീർന്നില്ലേ? അതാണ് ചിലർ ചെയ്യണം മണ്ടത്തിന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചിക്ക് ഇപ്പോൾ എന്തോ ഒരു പ്രത്യേക അവസ്ഥ വന്ന് അവിടെ ഫോട്ടോ എടുത്ത് വരികയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ഇവരെ കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ വിഷയം ഉടമ്പടി എഴുതിയിട്ടില്ല. ഇവിടെ അച്ഛനെ കണ്ടെന്ന പേരുമാണ് അവസാനം. കാര്യം ഈ ഉടമ്പടി ഇല്ല, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഇവർക്ക് വേണ്ടി ഒരു ഉടമ്പടി ജീവിച്ചിട്ടില്ല, ഉടമ്പടി ചെയ്തിട്ടില്ല. ഇപ്പോഴെന്തോ വിഷയം ഉണ്ടായപ്പോൾ അവിടെ പടവ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആ കുടുംബത്തിന് ഉടമ്പടിയായിട്ട് ഒരു ബന്ധവുമില്ല. ഇനി ഇവരിവിടുന്ന് രക്ഷപ്പെട്ടാൽ തന്നെ അവർ ഉടമ്പടിയെ ആ മാതാവിനെ ഈ ഏറ്റുപറയുമോ? ഇല്ല. അവർ പറയും ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് സുഖപ്പെട്ടാണെന്ന് പറയുള്ളൂ. ഈ ചേച്ചി പറഞ്ഞതിനകത്ത് നിൽക്കത്തില്ല. ഈ അസുഖം എനിക്ക് നല്ലവണ്ണം അറിയാം. ഇനി അവർ സുഖപ്പെട്ടാൽ തന്നെയും അവർ ദൈവത്തെ ഏറ്റുപറയുമോ? ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, എടീ ഞാൻ നിനക്ക് വേണ്ടി അച്ഛനെ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അവർ പറയേ ഉള്ളൂ, ദൈവത്തിനെ ആക്ഷേപിക്കേ ഉള്ളൂ. അതുകൊണ്ട് ഈ സാധനം ശരിയാകത്തില്ല. ഞാൻ പറഞ്ഞു, അവരോട് ആരെങ്കിലും ഉടമ്പടി എടുക്കാൻ പറയുന്നു പറഞ്ഞാൽ അവർ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് ഉടമ്പടി എടുക്കാൻ പറയുന്നവർ. അതാണ് ഉത്തരവാദിത്തപ്പെട്ടവരെന്ന്. ഉടമ്പടിയിൽ എപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവർ വേണം. കാര്യം ഉത്തരവാദിത്തപ്പെട്ടൊരു ആധ്യാത്മികമായ ഒരു ബന്ധമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മക്കളെ നിങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഞാൻ പറയും, ദാറ്റ്സ് ഓക്കെ, ഇപ്പോൾ പരീക്ഷയാണ്, എനിക്കൊന്നും പറയാനില്ല, ഞാൻ നിങ്ങളെ ആശീർവദിച്ച കർത്താവ് നിങ്ങളെ സഹായിക്കും. പക്ഷേ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കണം. പരീക്ഷ കഴിയുമ്പോൾ
നിങ്ങൾക്ക് ഉടമ്പടിക്കാൻ പ്രായമായിട്ടില്ലെങ്കിൽ അമ്മ എന്താണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് 16 വയസ്സായിട്ടുള്ള ശരി സമ്മതിച്ച്, പക്ഷേ അപ്പം അമ്മ ചെയ്യാത്ത ജോലി നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അമ്മ എന്താണ് അപ്പൻ എന്താണ് ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ അത്രയും ഹോംവർക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പോൾ മാത്രമേ ഈ പ്രാർത്ഥന ജനുവിനാകത്തുള്ളൂ. അല്ലെങ്കിൽ കൈ നനയാതെ മീൻ പിടിക്കണ പോലെ ഇരിക്കും. അങ്ങനെ സത്യസന്ധമല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ദൈവം അംഗീകരിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. കാര്യം ഇതിന് സത്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും പ്രാർത്ഥനയാണ്. ഇപ്പോൾ ഉടമ്പടി ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും ഒക്കെ സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ദൈവകാരുണ്യനാഥ, ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവ്വം ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഉടനെ